ഫിഷ് ബിരിയാണി ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഏതായാലും അതിനുള്ള പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കി. നല്ല ഫ്രഷ് അയക്കൂറ കിട്ടീനും അയിറ്റാ കുറച്ച് വാങ്ങിനു കേട്ടോ. ആദ്യം ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് പൊടിയിലേക്ക് കുറച്ച് നാരങ്ങനീരും ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ഫിഷ് മേൽ മൊത്തമായിട്ട് പെരട്ടി റെഡിയാക്കി വെച്ച് ബിരിയാണി മസാല ഉണ്ടാക്കാനുള്ള സ്പൈസസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാട്ടോ. അതിന്റെ 2 പാക്കറ്റ് പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് എന്നിട്ട് ആവശ്യത്തിലുള്ള സ്പൈസസ് ഒന്ന് സെറ്റ് ആക്കി എടുത്ത് എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ചെറിയ ചൂടിൽ മൊത്തമായിട്ടൊന്ന് ചൂടാക്കി എടുത്ത്. അധികം ചൂടായി പോയാലും മസാലന്റെ രുചി മാറിപ്പോട്ടോ. എന്നിട്ട് ആ ചെറിയ ചൂടൊക്കെ തന്നെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്ത് ഇനി മസാല ഉണ്ടാക്കാനുള്ള കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് എന്നിട്ട് ഒരു 5 പച്ചമുളകും മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്ത് എന്നിട്ട് 3 സവാള എടുത്ത് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് അടുത്തത് ഫിഷ് പൊരിച്ചെടുക്കലാണ്. ഫ്രൈ പാനിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഈ ഫിഷ് പൊരിച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചാട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുക. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഫിഷ് മൊത്തമായിട്ട് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ട് 2 ഭാഗം വേവിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ആ വെളിച്ചെണ്ണ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് പാകത്തിലുള്ള ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുവോളം വഴറ്റിയെടുത്ത് എന്നിട്ട് തക്കാളി ഇട്ട് തക്കാളി ഒടിഞ്ഞ് വെന്ത് വന്നതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിന, 1/2 ടീസ്പൂൺ തൈര് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ മൂടി വെച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചെടുത്ത് അതിലേക്ക് സവാളയും കുറച്ച് സ്പൈസസ് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അതിലേക്ക് പാകത്തിലുള്ള ഉപ്പിട്ട് കുറച്ച് നാരങ്ങനീരും ഒഴിച്ചെടുത്ത് വെള്ളം തളിച്ചതിന് ശേഷം കഴുകി വെച്ച കൈമാ റൈസ് കുക്കറിലേക്ക് ഇട്ട് അവിടെ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്ത് മസാല വെന്ത് വന്നതിന് ശേഷം പൊരിച്ച് വെച്ച ഫിഷ് എടുത്ത് മസാലയ്ക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് നെയ്ച്ചോറ് മൊത്തമായിട്ട് മസാലയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുത്ത് എന്നിട്ട് പൊരിച്ച് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റി എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിനെ മൂടി തുറന്ന് റൈസ് മൊത്തമായിട്ട് ഈ കുക്കറിലേക്ക് എന്നിട്ട് നല്ലോണം ഇളക്കി സെറ്റ് ആക്കി വെച്ച് എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് ആദ്യം കുറച്ച് റൈസ് ഇട്ട് അതിന്റെ മുകളിലേക്ക് മസാലയും 2 കഷ്ണം മീനും വെച്ച് അതിന്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് മേശമ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ അടിപൊളിട്ടോ, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.